ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ചെറിയ പെരുന്നാൾ ആഘോഷിക്കാവരും എല്ലാവരും. നമ്മൾ ആഘോഷിക്കുന്നുണ്ട് പെരുന്നാളല്ലേ. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ കൊല്ലം ചെറിയ പെരുന്നാൾ ഇതേ സമയം ഈ സ്ഥലത്ത് ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ഇന്ന് ഈ സ്ഥലം ശൂന്യമാണ്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ആരുമില്ല. കാരണം ഇവിടെ വന്നിരിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഈ തൂൺമാനെ ചാരികാണ്ട് വലിയ മരിക്കുന്നു. ആ വല്യമ്മാൻ്റെ കാരണം കൊണ്ടാണ് ഇവിടെ ആൾക്കാർ അത്രയും നടന്നിരുന്നത്. ഇന്ന് വല്യമ്മയില്ല, അതുകൊണ്ട് ഈ സ്ഥലം ശൂന്യമായിട്ടുണ്ട്. ഇവിടെ ആരുമില്ലടാ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എത്ര മനുഷ്യന്മാർ, എത്ര ആൾക്കാർ, വേറെ കുട്ടികളും മക്കളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു വൈകിയേക്കാരം. കാരണം എടാ, വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് സ്വർഗ്ഗമാണ്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഓരില്ലാതാവണം. എന്നാലും ഓരോ വില എന്താണെന്ന് മനസ്സിലാവും. അവിടെ വല്യമാരൊക്കെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ വല്യപ്പാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്ത് രസമാണെന്ന് അറിയാം. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര മിസ്സിങ്ങാണ് വല്യമ്മയില്ലാത്ത. കാരണം നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുക്കും. പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പള്ളിയിൽ പോകണ മുമ്പ് വല്യമാനെ കണ്ട് വല്യമാർക്ക് ഡ്രസ്സൊക്കെ കാണിച്ചെടുത്ത് വല്യമ്മ നല്ല രസം ഇട്ടാന്ന് പറഞ്ഞ് വല്യമാനെ കത്തറൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പേസ്റ്റ് ചെയ്ത് തന്ന് വല്യമാർക്ക് സലാമം കൊടുത്തിട്ടാണ് പള്ളിയിൽ പോക്ക്. എൻ്റെ ചെറുപ്പം മുതൽ ഞങ്ങൾ ശീലിച്ചിട്ടുള്ള അങ്ങനെയാണ്. പക്ഷെ ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ പുതിയ ഡ്രസ്സ് കാണിച്ചു നോക്കാൻ വല്യമ്മയില്ല. ആർക്ക് കാണിച്ചു നോക്കുക? ആ ഒരു രംഗമൊക്കെ ഭയങ്കര മിസ്സിങ്. കാരണം നമുക്ക് ഇപ്പോഴാണ് അതിന് ഓരോന്നും മനസ്സിലാവുന്നുണ്ട്. പറയാനുള്ളത്, വീട്ടിൽ പ്രായമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോളി, പറ്റുന്നിടത്തോളം സ്നേഹിച്ചോളി. സ്നേഹിച്ചിട്ടാണ് കൊന്നാളി. കാരണം ഓരില്ലെങ്കിൽ വീട് ശൂന്യവും. കാരണം എൻ്റെ വല്യമ്മ സംഭവമാണ്. വല്യമ്മനെ വെച്ച് പറയാൻ ഒരുപാടുണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ 12 മക്കൾ, 10, 35, 65 പേരക്കുട്ടികൾ, ഇവരൊക്കെ നോക്കി ഒരുപോലെ കൊണ്ടുനടന്നിട്ടുള്ള വല്യമ്മ സംഭവമാണ്. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് വരും നാട്ടിൽ, മാസത്തിൽ 3 ദിവസത്തിനൊക്കെ വരാം. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞ ശേഷം വല്യമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകും വീട്ടിൽ ഓരോ സാധനങ്ങളായിട്ട്. കാരണം ഞാൻ പോയതിന് ശേഷം ആരൊക്കെ എന്തൊക്കെ കൊടുത്തതിനൊക്കെ വല്യമ്മ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ പേപ്പറിൽ പോയി ഞാൻ അണ്ടിപ്പരിപ്പും കടലൊക്കെ കൊടുത്തിട്ട് തണുത്തിട്ടുണ്ടാവും, തിന്നാനും കൂടി പറ്റൂല. വല്യമ്മ കൊടുത്തുതരും. 2-3 ആഴ്ച മുമ്പ് വല്യമ്മക്ക് ആരെങ്കിലും കൊടുത്ത് അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് അൽമാരിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ വരുമ്പോൾ തരും. എനിക്ക് നല്ല എല്ലാ പേരക്കുട്ടികൾക്കും അങ്ങനെ തന്നെ കൊടുക്കും. പേരക്കുട്ടിയൊക്കെ കുറിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ആരൊക്കെ ഇല്ലാത്തുണ്ട് അവർക്കൊക്കെ കൊടുക്കും വല്യമ്മ. ഇവർക്ക് എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെ ആയിരുന്നു വല്യമ്മ. ഭയങ്കര രസമാണ്. അതുപോലെ നമ്മളിങ്ങനെ ഇവിടെ വല്യമ്മനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നാൽ ഉപ്പ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഉപ്പ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഉപ്പ ഒറ്റക്കാണെന്ന് പറയും. എൻ്റെ ഉപ്പാക്ക് ഏകദേശം 10-40-50 വയസ്സുണ്ട്. ആ ഉപ്പ ഒറ്റക്കാണെന്ന് പറയുന്നത് നട്ടുച്ചക്ക് 12 മണിക്ക് വല്യമ്മ മക്കളോട് അത്രയും സ്നേഹം വല്യമ്മക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ കടയിലേക്ക് പോയാൽ ഓൻ എപ്പോഴാണ് വരിക എന്ന് ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ വല്യമ്മ ഇങ്ങനെ പറയും. വല്യമ്മക്ക് ടെൻഷനേനി, മക്കള് പേരക്കുട്ടികൾ എന്നുള്ള ചിന്തയായിരുന്നു. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇന്നിപ്പോൾ പോകണോ, എന്തിനാ സ്കൂളിൽ പോകണേ, അല്ലെങ്കിൽ ഞാൻ വർക്കിന് പോകുമ്പോൾ ഇന്നിപ്പോൾ പോകണോ, എന്തിനാ ഒന്നും പോകണേ, ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി തിരിച്ച് വരുന്ന വല്യമ്മാനെ കാണുന്നവരെ ആൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. എത്രയോ വട്ടം വിളിപ്പിക്കും, പലരെ കൊണ്ട് വിളിപ്പിക്കും, ഓനോടെ വെച്ചിട്ട്. ആ വല്യമ്മ പോയിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസത്തോളമായി. ഇപ്പോഴും വല്യമ്മ പോയിന്ന് വിശ്വസിക്കുന്നില്ല ഞങ്ങളാരും. കാരണം ഓർമ്മകളിലൂടെ ഇന്നും ജീവിക്കുന്നുണ്ട് വല്യമ്മ. പോയതിന് ശേഷം ഈ ദിവസം വരെ വല്യമ്മനെ കബർ മുടങ്ങാതെ നമ്മൾ പോയി സന്ദർശിക്കുന്നുണ്ട്. എന്നും പോയി വല്യമ്മക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ വല്യമ്മക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം തന്നെ അതായിരിക്കും. ഒരുപാട് ആൾക്കാർ എന്നും ഡെയിലി വരുന്നുണ്ട്. സുബഹിസ്കാരം കഴിഞ്ഞ് ഡെയിലി നമ്മൾ പോയിട്ട് വരികയാണ്. ഇന്നും പോയിട്ടുണ്ട്. വല്യമ്മയുടെ സുഖമായിട്ടായിരിക്കും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇത്രയും കാലം നമ്മൾ വല്യമ്മ നമ്മളെ കൂടെ പെരുന്നാൾ ആഘോഷിച്ച്, ഇന്ന് വല്യപ്പാൻ്റെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഏതായാലും ഈ ഒരു നല്ലൊരു ദിവസത്തിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു വല്യമ്മാൻ്റെ കബറിടം വിശാലമാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം. ഞാൻ വീണ്ടും പറയാണ്, വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോളി. സ്നേഹിച്ച് കൊല്ലാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച് കൊന്നോളി. കാരണം സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. കഴിഞ്ഞു പോയ കാലം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മളെ കൊണ്ട് മാക്സിമം എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ അത്രയും സ്നേഹം കൊടുക്കുക. മാതാപിതാക്കളെ സ്നേഹിക്കുക, വെറുപ്പിക്കാതിരിക്കുക. കാരണം പോയി കഴിഞ്ഞാൽ അതൊരു നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും വല്യമ്മ. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ പോകണം, ഇങ്ങനെ നോക്കിക്കണം. ആ ഒരു രംഗമൊക്കെ
ഭയങ്കര മിസ്സിങ്ങാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഖബറിനെ വിശാലമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.